നമസ്കാരം. മനുഷ്യരാശിയിൽ ഇന്ന് വരെ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പറയുകയാണെങ്കിൽ തുടക്കം തീ കണ്ടുപിടിച്ചതിലൂടെയാണ് ആളുകൾ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണ ഒരു റോ മീറ്റ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയത്. പിന്നീട് ആളുകൾ ചക്രം കണ്ടുപിടിച്ചു. പിന്നെ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ മറ്റു മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. അങ്ങനെ ആ ഒരു എവല്യൂഷൻ വന്നു. ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് വന്നു. കമ്പ്യൂട്ടറൈസേഷനിലേക്ക് വന്നു. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകത്താണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വേഗത്തിൽ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നൊരു LKG ലെവലിൽ എത്തിയതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അധികം കാലമായിട്ടില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഇന്ന് ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള തീസിസുകൾ അല്ലെങ്കിൽ സ്റ്റഡീസ് അല്ലെങ്കിൽ പേറ്റന്റുകൾ ഒക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് എന്താണ് ഇതിനകത്ത് സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഞങ്ങളുടെ IT കൺസൾട്ടിങ് മേഖലയിൽ അല്ലെങ്കിൽ IT-യുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പം ആളുകൾ പറയായിരുന്നു ചൈനയും US ഒക്കെ ഭയങ്കര ഫാർ എഹഡാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്ത്യക്ക് എന്താണ് സ്ഥാനം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് എന്താണ് സ്ഥാനം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇന്ന് അത്ഭുതകരമായിട്ടുള്ളൊരു ന്യൂസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ AI റേസിൽ 3-ാം സ്ഥാനത്താണ് ഇന്ന് എന്നുള്ളൊരു സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ AI-ൽ ഇന്ത്യ എങ്ങനെയാണ് 3-ാമത് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതായത് ഈ അമേരിക്കയാണ് AI റേസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. 2-ാം സ്ഥാനത്ത് ഡെഫിനറ്റ്ലി ചൈനയാണ്. അപ്പോൾ അമേരിക്കയും ചൈന അമേരിക്കയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ ഏകദേശം AI സ്കോറിന്റെ ഡബിൾ ആണ് അമേരിക്കയുടെ ഒരു AI വൈബ്രൻസി സ്കോർ. ഇത് സ്റ്റാൻഫോർഡ് സർവകലാശാല നടത്തിയ, അല്ലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡിയിൽ വരുന്നതാണ്. ഒരു 76 ആണ് അമേരിക്ക അല്ലെങ്കിൽ USA-യുടെ ഒരു AI വൈബ്രൻസി കോഡ് എന്ന് പറയുന്നത്. അപ്പം AI വൈബ്രൻസി കോഡ് എന്ന് പറഞ്ഞാൽ അവരൊരു കുറേ മെട്രിക്സുകളെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്കോർ കൊടുക്കുന്നത്. അപ്പോൾ ആ മെട്രിക്സുകളിൽ എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI ഡാറ്റാ സെന്ററുകളുടെ വളർച്ച അല്ലെങ്കിൽ ഡാറ്റാ സെന്ററുകളുടെ അവൈലബിലിറ്റി ആ രാജ്യത്തിനുള്ളിൽ തന്നെ. പിന്നെ AI ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് GPUs അല്ലെന്നുണ്ടെങ്കിൽ AIക്ക് വേണ്ട മറ്റ് കമ്പോണൻസുകളുടെ അവൈലബിലിറ്റി. അപ്പോൾ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത്, ആ ഒരു രാജ്യത്ത് AI അഡോപ്ഷൻ, ആ രാജ്യത്തെ ജനങ്ങൾ AI യൂസ് ചെയ്ത് തുടങ്ങണം. അതിനകത്ത് AI അഡോപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ AI അഡോപ്ഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ ഒരു സ്കോർ അവർ ചെയ്യുന്നത്. അപ്പം ഇന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു AI സ്കോറിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ AI വൈബ്രൻസ് ഒരു സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ USA-യുടെ ഒരു സ്കോർ എന്ന് പറയുന്നത് 76 ആണ്. ചൈനയുടെ ഏകദേശം അതിൻ്റെ പാതിയേ വരുള്ളൂ, 35 അല്ലെ 36 അടുത്തേ വരുന്നുള്ളൂ ആ ഒരു സ്കോർ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യ 3-ാം സ്ഥാനത്തുണ്ട്. അതായത് നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 27-ലാണ്. എന്നെ അതിശയിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന പോലും അല്ലെങ്കിൽ USA-യുടെ എന്താ പറയുക, ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടന്ന ഒരു രാജ്യമാണ് US എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷങ്ങളായിട്ട് US ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ അവരുടേതായ മോഡൽസ് ക്രിയേറ്റ് ചെയ്തു. 1ഉം 2ഉം അല്ല, ഒരുപാട് മോഡൽസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ മോഡൽസ്, മൈക്രോസോഫ്റ്റിന്റെ മോഡൽസ്, ഓപ്പൺ എഐയുടെ മോഡൽസ്, അതിനെ തന്നെ ഇതിനെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള പെർപ്ലിസിറ്റി എന്ന് പറയുന്ന മോഡൽസ്, ക്ലൗഡ്, ഇങ്ങനെ ഒരുപാട് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് US-ന് പറ്റി. അതിന്റെ പുറകെ ചൈന ഒരു കോമ്പറ്റീഷനായിട്ട് വന്നു. അവർ ഏറ്റവും ചെലവ് കുറഞ്ഞ മോഡൽ ഡീപ് സീക്ക് എന്ന് പറയുന്ന മോഡലിനെ അവർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഡീപ് സീക്കിനെ അവർ ഓപ്പൺ സോഴ്സ് ആക്കി ഇടുകയും ചെയ്തു. അപ്പം ഈ ഓപ്പൺ സോഴ്സ് ഇന്ന് പല രാജ്യങ്ങളും ഇവരുടെ ഓപ്പൺ സോഴ്സ് അവരുടെ സ്വന്തം സെർവറിൽ റൺ ചെയ്തുകൊണ്ട് പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അപ്പം ഡീപ് സീക്ക് അങ്ങനെയുള്ള മോഡലുകളും കൊണ്ട് ചൈന പുറകെ എത്തുകയും ചെയ്തു. അപ്പം ഏറ്റവും ചെലവ് കുറഞ്ഞ മോഡൽ എന്നുള്ളൊരു പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ടാണ് ചൈന ഈ ഡീപ് സീക്കുമായിട്ട് വന്നത്. അപ്പം ആ സമയത്ത് വലിയൊരു വിപ്ലവമായിരുന്നു. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ US-ന്റെ ഓരോ മോഡൽസും ബേൺ ചെയ്യുന്നത്, $trillions ബേൺ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്
വളരെ ചെലവ് കുറച്ചുകൊണ്ട് ചൈന അത് ചെയ്യാൻ തുടങ്ങി. അപ്പം വളരെ കമ്പ്യൂട്ടിംഗ് പവർ കുറഞ്ഞ GPUസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഡീപ്സീക്കിന്റെ മോഡൽ. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മൾ ഇന്ത്യ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോഡൽ നമ്മൾ അവതരിപ്പിച്ചിട്ടില്ല. ഇന്നും അതായത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലിനെ നമ്മൾ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്ത്യയിൽ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ പ്ലാൻ പ്രകാരം ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 18,000 ഹൈ എൻഡ് GPUs അവൈലബിൾ ആയിട്ടുണ്ട്. ഈ GPUസിനെ പബ്ലിക്കിലേക്കും കൂടെ അവൈലബിൾ ആക്കുക, അല്ലെങ്കിൽ പബ്ലിക്കിലേക്കും കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ഈ GPUസിനെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിന് ഇന്ത്യ മുമ്പോട്ട് കൊണ്ടുവന്ന 1-2 പ്രോജക്റ്റുകളാണ് ഇന്ത്യ AI മിഷൻ 2 ഐരാവത് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു 3-4 പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് ഇതിനെ പബ്ലിക്കിന് ആക്സസിബിൾ ആക്കി. അപ്പം വളരെ ചെലവ് കൂടിയ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഒരു കാര്യത്തെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നു ഈ ഐരാവത് പോലുള്ള പ്രൊജക്റ്റുകളിൽ. അപ്പൊ ഈ 18,000 GPUസിന്റെ കമ്പ്യൂട്ടിംഗ് പവർ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക് അവർക്ക് റിസർച്ചുകൾ ചെയ്യാനും അല്ലെ പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കാനും സാധിച്ചു തുടങ്ങി. അപ്പം അവിടെയാണ് നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഗവൺമെന്റ് ഇതിനെ വളരെ ഓപ്പൺ ആക്കി നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. കാരണം നാളെ നമ്മുടെ രാജ്യത്ത് നിന്നൊരു മോഡൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസിലോ അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ടോ ഹെൽത്ത് കെയർ സംബന്ധമായിട്ടോ ഒരു മോഡലുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം ഗവൺമെന്റിനും കിട്ടണം, നമ്മുടെ രാജ്യത്തിനും കിട്ടണം. അതുകൊണ്ടാണ് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പം ആ ഒരു ഇനിഷ്യേറ്റീവ് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ആ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വളരെയധികം റിസർച്ചുകളുടെ എണ്ണം കൂടി. അപ്പൊ ആ ഒരു റിസർച്ചുകളുടെ നമ്പേഴ്സ് കൂടിയതും ഒക്കെ നമ്മുടെ ഈ ഒരു 3-ാം സ്ഥാനത്തേക്കുള്ളതിന് കാരണമായിട്ടുണ്ട്, എത്തിയതിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന AI റിസർച്ചസ് അല്ലെങ്കിൽ പേറ്റന്റുകളുടെ നമ്പേഴ്സിൽ 40% ഇൻക്രീസ് ഉണ്ടായി എന്നുള്ളതാണ് ഈ സ്റ്റാൻഫോർഡിന്റെ സർവേയിൽ അല്ലെങ്കിൽ സ്റ്റഡിയിൽ വന്നിരിക്കുന്നത്. അതായത് അതിന് മുമ്പത്തെ വർഷത്തെക്കാളും കഴിഞ്ഞ വർഷം 40% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് CAGR 40% ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ പേറ്റൻസിലും അല്ലാന്നുണ്ടെങ്കിൽ റിസർച്ചിലും അല്ലാന്നുണ്ടെങ്കിൽ ഇതിലുള്ള സ്റ്റഡീസിലും ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഡീപ്സീക്ക്, പിന്നെ ഓപ്പൺ എഐയുടെ ഓപ്പൺ സോഴ്സുകൾ എല്ലാം സ്വന്തം സെർവറുകളിൽ റൺ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വേറൊരു രാജ്യത്തെ സെർവേഴ്സ് യൂസ് ചെയ്യാണ്ട് നമ്മുടെ സ്വന്തം GPUസും നമ്മുടെ സ്വന്തം സെർവേഴ്സും യൂസ് ചെയ്തുകൊണ്ട് ഈ AI മോഡൽസിനെ റൺ ചെയ്യുന്നുണ്ട്. ഈ AI മോഡൽസിനെ റൺ ചെയ്ത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പ്രാഥമികമായിട്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് നന്നായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ TCS, ഇൻഫോസിസ്, വിപ്രോ പോലുള്ള കമ്പനികൾ ഈ ഒരു നേട്ടത്തിൽ വളരെയധികം ഈ ഒരു നേട്ടത്തിൽ വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഫോസിസ്, വിപ്രോ, TCS ഇവരോടൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമുക്കുണ്ടായിരുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ AI ഗ്രോത്തിന് അല്ലെങ്കിൽ ഇവരൊരു AI ഒരു ചേഞ്ചിലേക്ക് ഈ 3 കമ്പനികൾ വരുന്നില്ല, ഇവര് ഈ ഒരു കാലത്തിനൊത്ത് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ബാക്ക് എൻഡിൽ നല്ല രീതിയിൽ AI റിസർച്ചുകളും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇവരുടെ എക്കോ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങി. നാളെ നമുക്ക് ഏറ്റവും പ്രയോജനമാകാൻ പോകുന്ന ഈ കമ്പനികൾ കൊണ്ടുവരുന്ന AI മോഡൽസ് അല്ലെങ്കിൽ ഈ കമ്പനികൾ കൊണ്ടുവരുന്ന AI ആപ്ലിക്കേഷൻസിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ നമ്മുടെ രാജ്യത്തിന്റെ? അതായത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT പരിജ്ഞാനമുള്ള യുവജനങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ഗ്ലോബൽ സ്കിൽ ഹൗസുകളിൽ മാനുഫാക്ചറിങ്ങിൽ ചൈനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ ഇന്ത്യക്ക് പ്രാധാന്യമുള്ളതാണ് IT സ്കിൽസിൽ അല്ലെങ്കിൽ IT സ്കിൽഡ് ആയിട്ടുള്ള ആളുകളിൽ. അപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു പവറാണ്, നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ്. ഇന്ത്യ ലോകത്തുള്ള എല്ലാ AI പ്രോജക്റ്റുകളിലും അതിൽ ഏറ്റവും കൂടുതലുള്ളത് ചൈനീസ് ആൻഡ് ഇന്ത്യൻസ് ആണ്. അപ്പം അവിടെയാണ് നമ്മുടെ ഒരു പവർ ഉള്ളത്. സോ നമ്മൾ നമ്മുടെ ശക്തിയെ ഇത്ര നാളും തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഇപ്പം നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി.
അപ്പം ചൈനയുമായിട്ട് ഒരുപാട് പുറകിലൊന്നും അല്ല നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു AI വൈബ്രൻസിയിൽ ചൈനയെ അടുത്ത സ്കോർ 4-5 വർഷത്തിന് ശേഷമുള്ള സ്കോറിൽ നമുക്ക് ചൈനയെ പിന്തള്ളി മുമ്പോട്ട് പോകാൻ പറ്റും. കാരണം അത്രത്തോളം ചൈനയൊക്കെ തുടങ്ങി കുറേ ലേറ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ നമ്മുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്രോ ചെയ്തു എന്നുള്ളതിനാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. അത് മാത്രമല്ല AI കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് 2025 നമ്മൾ ഇപ്പം 3-ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പം ഇതൊക്കെ ഈ ഒരു ഇൻഡെക്സും കാര്യങ്ങളും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ AI ഗ്രോത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് മറ്റ് കൺട്രീസിനെക്കാളും CAGR ഗ്രോത്തിൽ നമ്മൾ മുമ്പിലുമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു 3-ാം സ്ഥാനത്തേക്ക് നമ്മളെ എത്തിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ടാലന്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഞാൻ ഈ നേരത്തെ തന്നെ പറഞ്ഞു, AI ടാലൻസ് നമുക്ക് കൂടുതലാണ്, നമ്പർ ഓഫ് ടാലൻസ് നമുക്ക് കൂടുതലാണ്. ലോകത്തുള്ള ഏത് AI പ്രോജക്ട്സിലാണെങ്കിലും നമ്മുടെ ആളുകൾ ഇല്ലാത്ത പ്രോജക്റ്റുകൾ ഇല്ല എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പം ടാലൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ ഇൻഡസ്ട്രിയൽ അഡോപ്ഷൻ. ഏറ്റവും ഫാസ്റ്റായിട്ട് ഇന്ന് AI ഇൻഡസ്ട്രീസിൽ അഡോപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതും നമ്മൾ 3-ാം സ്ഥാനത്താണ്. പക്ഷേ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത്, അതായത് ഇൻഡസ്ട്രിയൽ അഡോപ്ഷനിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലേ. പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വളരെ അധികമുണ്ട്. കാരണം ചൈന ഒരു ഡീപ്സീക്ക് ഇറക്കിയതോടുകൂടി നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി മറിഞ്ഞു. നമ്മൾ ഐരാവത് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. ഈ പ്രൊജക്റ്റിലാണ് നമ്മൾ 11,000 GPUs കൊണ്ടുവന്നത്. അതും NVIDIAയുടെ H സീരീസിലുള്ള ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള GPUസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 11,000 എന്നുള്ള ഒരു ലെവലിലേക്കുള്ള നമ്പേഴ്സിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഈ 11,000 GPUസിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ അടുത്ത വർഷം നമ്മൾ അതിനെ 35,000 GPUs ആക്കാൻ പോവുകയാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനീസായ TCS അവരിപ്പം ഗൂഗിൾ ജെമിനിയുടെ APIs അവരുടെ വർക്ക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ വർക്ക് ഫ്ലോയിൽ അവർ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇൻഫോസിസിൻ്റെ സ്വന്തമായിട്ടുള്ള എഡ്ജ് വേവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ അവർ AIയുടെ ഇംപ്ലിമെൻറ്റേഷൻസ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഡിസിഷൻ മേക്കിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് അവർ AIനെ വളരെയധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിപ്രോയുടെ AI COE എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് എങ്ങനെ സ്വയം തീരുമാനങ്ങൾ എടുക്കാം, എങ്ങനെ സ്വയം പ്രവർത്തിക്കാം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ AI COE അവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ AI റിലേറ്റഡ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 1,500-ലധികം AI സ്റ്റാർട്ടപ്പുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ, ഈ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വലിയ AI ഹബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഹെൽത്ത് കെയർ, എഡ്യൂടെക്, പിന്നെ അഗ്രിടെക് ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഇനി ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ ഇൻപുട്ടുകൾ കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകളിൽ നമ്മുടെ തദ്ദേശീയമായ ഭാഷ സംസാരിക്കുന്ന AIകൾ, പിന്നെ അഗ്രിടെക്, ഹെൽത്ത് കെയർ, പിന്നെ എഡ്യൂടെക്, ഇതിലൊക്കെ ഒരുപാട് വളർച്ചകൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ കൊണ്ടുവരാനും ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിസിഷൻ ഫാമിങ് എന്ന് പറയുന്നത് അപ്പം അതിൽ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് സെൻസേഴ്സ്, പോളി ഹൗസസ്, സെൻസേഴ്സ്, അതായത് എയർ മോയ്സ്ചർ കൺട്രോള്, പിന്നെ സോയിൽ മോയ്സ്ചർ കൺട്രോളിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റാസിനെയൊക്കെ റിയൽ ടൈമായിട്ട് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മണ്ണിൻ്റെ ഘടന അല്ലെന്നുണ്ടെങ്കിൽ ഒരു മണ്ണിൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെടിയിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെടിയുടെ ഇലയുടെ ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അനലിറ്റിക്സ്, അതിന് വേണ്ട മെഡിസിൻസ് എന്തൊക്കെയാണ് എന്നുള്ള അനലിറ്റിക്സുകൾ വരുന്നു. മണ്ണിൽ മോയ്സ്ചർ കുറയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അതിൽ ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് പോകുന്നു. ഇങ്ങനെ പ്രിസിഷൻ ഫാമിങ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻപുട്സ് ഒരുപാട് ഇനി നമുക്ക് ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്ത പോലെ ഒരുപാട് ഹെക്ടേഴ്സിൽ കൃഷി ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കേരളം പോലുള്ളൊരു കൊച്ചു സംസ്ഥാനത്തിന് ഭക്ഷ്യ സുരക്ഷയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിനിമൽ സ്ഥലത്ത്
നമുക്ക് ഇത്രയും ആളുകളെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം കോടികൾ നമ്മുടെ സംസ്ഥാനത്തിന് അധിക വരുമാനം ലഭിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ പ്രിസിഷൻ ഫാമിംഗ് വഴി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഹെൽത്ത് കെയർ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ, ലോജിസ്റ്റിക്സ്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ എഐക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഈ എ ഐ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് അനലിറ്റിക്സും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അവിടുന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഭാവിയിൽ നമ്മുടെ സംസ്ഥാനവും അല്ലെങ്കിൽ നമ്മുടെ രാജ്യവും കാണാൻ പോകുന്ന ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഭാവിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ 3-ാം സ്ഥാനത്തൊക്കെ എത്തിയെങ്കിലും നമ്മൾ ഭാവിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം സ്കിൽഡ് മാൻ പവർ. അതായത് നമ്മുടെ ലോക്കൽ കോളേജുകളിൽ IIT, IIM, അല്ലെങ്കിൽ IIT, IIS ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു അവരാണ് ഈ AI സ്റ്റാർട്ടപ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതായത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എത്രത്തോളം കുട്ടികൾക്ക് ഈ ഒരു സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ, അല്ലെങ്കിൽ ഈ സ്കിൽഡ് മാൻ പവേഴ്സ് അവർക്കുണ്ട് എന്നുള്ളത് വളരെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ മിക്ക സ്വകാര്യ സ്ഥാപനങ്ങളാണേലും ഗവൺമെൻറ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളാണേലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണേലും ഇവരൊന്നും ഇപ്പോഴും ഈ ഒരു ടെക്നോളജി അപ്ഡേഷനിലേക്ക് വന്നിട്ടില്ല. ഇന്നും C++ഉം ജാവയും മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് മൊഡ്യൂളുകളും അതൊക്കെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താനുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തിയാലേ നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ സ്റ്റുഡൻസ് വരികയും പഠിക്കാനുള്ള രീതിയിൽ അവർ വരികയും അവർ അഡ്മിഷൻസ് ഫില്ലാകുകയും ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഏറ്റവും വലിയ ലൂസേഴ്സ് ആകാൻ പോകുന്ന ഇന്ന് നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. അത് എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. സ്കിൽഡ് മാൻ പവേഴ്സിനെ, നമ്മുടെ ലോക്കലായിട്ടുള്ള സ്കിൽഡ് മാൻ പവേഴ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. രണ്ട്, ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്. ഡേറ്റ പ്രൈവസി നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല എഐയുടെയും ഡാറ്റ സെൻറ്റേഴ്സ് എല്ലാം പല വിദേശ രാജ്യങ്ങളിലും യു എസിലാണ് ഉള്ളത്. മോസ്റ്റ് ഓഫ് ദ ഡാറ്റ സെൻറ്റേഴ്സ് ആർ ഇൻ US. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. സോ ഇതിനുള്ള പരിഹാരം നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആമസോൺ ഇപ്പോൾ റീസെൻ്റ്ലി അവർ പറഞ്ഞിരിക്കുന്നത് അവർ $35 ബില്യൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ്. അപ്പോൾ ഈ $35 ബില്യൺ വരുമ്പോൾ ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ 1 മില്യൺ ജോലിയോളം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യും. 1 ലക്ഷമല്ല, 1 മില്യൺ ജോലിയോളം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. മൈക്രോസോഫ്റ്റ് $15 ബില്യൺ ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇതും AI ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഗൂഗിള് $15 ബില്യൺ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കരാറായിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വന്ന് നമുക്ക് ഇവിടെ ഡാറ്റാ സെൻറ്റേഴ്സ് വരുമ്പോൾ നമ്മുടെ AI എന്താ പറയുക, AI യൂസേജസും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മാത്രമല്ല ഇതൊക്കെ നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ്. പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും AIയിലേക്ക് ആ ഒരു സമയത്തായിരിക്കും മൂവ് ആവുന്നത്. 2030 കൂടിയാണ് പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും AI മാസീവായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു 5 വർഷത്തിന് ശേഷം കാണാൻ പോകുന്ന ഇന്ത്യയിലെ AIയുടെ ഏറ്റവും വലിയ പീക്ക് റെവല്യൂഷൻ ടൈമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള, ഇന്ത്യയുടെ AI വിപ്ലവം ഏറ്റവും ലേറ്റായിട്ട് തുടങ്ങിയതാണ്. അതായത് ഏറ്റവും അവസാനമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, മറ്റ് പല രാജ്യങ്ങളെക്കാളും. പക്ഷെ ഇന്ന് ഏറ്റവും വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ എന്താ പറയുക, ഒരു AI റെവല്യൂഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള, വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 3-ാം സ്ഥാനത്താണെന്ന് പറയുന്നത് ചൈനയെക്കാളും ഒരുപാട് പിന്നിലൊന്നും അല്ല നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്. സോ വി ആർ ഇൻ എ ഗുഡ് പൊസിഷൻ നൗ. അപ്പം മറ്റു പല വികസിത രാജ്യങ്ങളെക്കാൾ നമ്മൾ AI ഇൻഫ്രാസ്ട്രക്ചേഴ്സിലും അല്ലെങ്കിൽ AI അക്സെപ്റ്റൻസിലും ഒക്കെ നമ്മൾ മുമ്പിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ചാല് വെട്ടിയത്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു വഴി വെട്ടി മുമ്പോട്ട് വന്നത് നമ്മുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങളെ പ്രാപ്തരാക്കിയതാണ്. അതായത് UPI പോലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ജനങ്ങളെ പ്രാപ്തരാക്കിയത്. മാത്രമല്ല ഇൻ്റർനെറ്റ് യൂസേജസ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പം ആ ഒരു കാരണങ്ങളൊക്കെയാണ്, ഏറ്റവും ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് കിട്ടുന്ന ഒരു രാജ്യം. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെയാണ് ഇന്ന്
നമ്മളെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചത്. അപ്പം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. ഇന്ന് ലോകത്തെ എല്ലാ വലിയ കമ്പനികളും കണ്ണ് വെക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവര് ആമസോണോ അല്ലെങ്കിൽ ഗൂഗിളോ മൈക്രോസോഫ്റ്റോ ഒന്നും ചുമ്മാ ഒരു രാജ്യത്ത് കൊണ്ടുവന്ന് ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ റെഡിയാവില്ല. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് ഡേറ്റാസ് തന്നെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഗവൺമെന്റ് ഡേറ്റാസ് തന്നെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എത്രയോ ട്രില്യൺ ഡോളറിന്റെ വർക്കാണ് ഈ കമ്പനികൾക്ക് കിട്ടാൻ പോകുന്നത്, പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രത്തോളം ഡേറ്റ റിച്ച് ആയിട്ടുള്ള രാജ്യം. കാരണം നമ്മൾ ഇന്ന് ലോക പോപ്പുലേഷനിൽ ഒന്നാം സ്ഥാനത്താണ്. അപ്പം നമുക്ക് മാത്രമല്ല, നമ്മൾ AI സ്കിൽസിൽ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. മാൻ പവർ, AI യൂസ് ചെയ്യുന്ന മാൻ പവേഴ്സിൽ ബെറ്റർ ആയി, AI യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കമ്പനികൾക്ക് മുതൽക്കൂട്ടാണ്. അപ്പോൾ അവർ ലാഭം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇന്ത്യയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ അല്ലാണ്ട് ഇവിടെ ചാരിറ്റി ചെയ്യാൻ വന്ന ആൾക്കാരൊന്നും അല്ല. അവർ ഇവിടുന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിപ്ലവം കൊണ്ടുവരും. മാത്രമല്ല നമ്മുടെ ഗവൺമെൻറ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് AI യിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ AIക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.